ഇഷോ സെറ്റാക്കാം വീഡിയോ എടുക്കാം. ഹായ്, വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ നോക്കാം. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനിതിന് മുമ്പിട്ട വീഡിയോയുടെ കമൻസ് ഒക്കെ ഒന്ന് വായിക്കാം. ആളുകൾ സ്വന്തം എക്സ്പീരിയൻസ് വന്ന് ഷെയർ ചെയ്യുമ്പോൾ അതിലും വലിയ തെളിവ് വേറെ ഇല്ലല്ലോ. സോ ആദ്യത്തെ കമൻറ്റ് വായിക്കുക. ഞാനിന്ന് ടെസ്റ്റ് ചെയ്തു, 8 ഉള്ളൂ. ബോഡി പെയിൻ, ഹെയർ ഫോൾ, ക്ഷീണം, ദേഷ്യം, പെട്ടെന്ന് കരച്ചിൽ. സാഡ് വീഡിയോ കണ്ടാലും ചെറിയ കാര്യത്തിന് സങ്കടം വന്നാലും കരച്ചിൽ, ദേഷ്യം വരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുക, പിന്നെ ചുമ്മാ മൈൻഡിൽ പേടി വരിക, പിന്നെ ഇതുപോലുള്ള ഒക്കെ കണ്ടാൽ ആളുടെ അവസ്ഥയാണ് കേട്ടോ പറയുന്നത്. റോഡ് മുറിച്ചെടുക്കുമ്പോൾ പേടി, അയാളത് ടൈപ്പ് ചെയ്യുമ്പോൾ വരെ മനസ്സിൽ സങ്കടം വന്ന് കണ്ണ് നിറയാണ്. അത്രക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഫുഡ് പെയിൻ, മടമ്പ് മുട്ട് വേദന, കൈവേദന. അപ്പോൾ ആളിത് ആദ്യം വിചാരിച്ചത് സൈക്കോളജിക്കൽ പ്രശ്നമാണെന്നാണ്. അപ്പോൾ ആളെന്താ ഡോക്ടർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്ത കമൻറ്റ് നോക്കട്ടോ. അത് സെയിം സിറ്റുവേഷൻ എന്നാണ് പറഞ്ഞത്. ആൾക്ക് 15 ഉണ്ടായിരുന്നത്. മെയിനായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ പേടിയാണ് കേട്ടോ. എല്ലാത്തിനും പേടി. ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുന്ന അറിയാത്തൊരവസ്ഥ, ആകെ ഒരു പേടിച്ചിട്ടുള്ളൊരവസ്ഥയാണ്. അടുത്ത കമൻറ്റ് നോക്കുക. ആൾക്ക് ഭയങ്കര ഹെയർ ഫാളാണ്, അതുപോലെ ഫുഡ് പെയിനും. അടുത്ത കമൻറ്റ് വായിക്കുക. ആൾക്ക് 8 തന്നെയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ആൾ 3 മാസം മെഡിസിൻ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ഡി ഡെഫിഷ്യൻസി വന്നപ്പോൾ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. പഠിക്കണമെന്നുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ക്ഷീണം വരിക, അതുപോലെ ഉറക്കം. പിന്നെ അതുപോലെ മുഖത്ത് വൈറ്റ് കളറിലൊരു പാട് വന്നു. എന്താ കുറേ സ്കിൻ ഡോക്ടർ കാണിച്ചു എന്ന് പറഞ്ഞു. പിന്നെ വൈറ്റമിൻ ഡിൻ്റെ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ പോയി എന്നാണ് പറഞ്ഞത്. അടുത്ത കമൻറ്റ് നോക്കുക. എനിക്ക് 13 ആയിരുന്നു. പാനിക് അറ്റാക്ക്, മൂഡ് സ്വിങ്സ്, ബോഡി പെയിൻ എല്ലാം ഉണ്ട്. പിന്നെ ഒരാൾ പേടി ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീപ്ലൈ കമൻ്റ് ആണ് കേട്ടോ ഇത്. പേടിയാണ് ഇതിൻ്റെ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതൊന്നും കൂടാതെ തലക്കറക്കം, മസിൽ പെയിൻ, അങ്ങനെ ഒരുവിധ അസുഖങ്ങൾക്കൊക്കെ ഈ ഡീൻ്റെ കുറവ് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഡെഫിഷ്യൻസി ഉള്ളവർ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, കൊറോണ വന്ന് പോയതിന് ശേഷം എനിക്ക് ഡി ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഭയങ്കര ക്ഷീണമായിട്ട് ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള അല്ലബീർ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് ഭയങ്കര ക്ഷീണം, വയ്യാത്തൊക്കെ ഒരവസ്ഥ വന്നപ്പോൾ ഒരാളെ അഡ്മിറ്റാക്കി കേട്ടോ. അപ്പോൾ അന്ന് ആ ഡോക്ടറെ ഡി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി കുറവുണ്ട്. അന്ന് ഒരു 4-5 ദിവസം ഞാൻ അവിടെ നിന്ന് ആ ഒരു ദിവസങ്ങളിലാണ് ഞാൻ അതിനുള്ള മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഡി കുറഞ്ഞാൽ ഇത്ര വലിയ പ്രശ്നമാണെന്നോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഡി കുറഞ്ഞതിനെ കൊണ്ടാണ് ഈ മേൽവേദന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2021 കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് കഴിഞ്ഞ വർഷം 2025. അപ്പോൾ ഞാൻ അത്രയും വർഷം ഞാൻ ഇതും കൊണ്ട് അനുഭവിച്ചു. പിന്നെ അന്ന് എത്ര കുറവുണ്ടായെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ആൾ പറഞ്ഞിട്ടില്ല ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഈ ഒരു 4 വർഷം എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മൾ അത്രയും സെൻസിറ്റീവ് ആവും. നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ചീത്ത പറയുകയല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പെട്ടെന്ന് കരച്ചിൽ വരും. ഈ കരച്ചിൽ വന്നാൽ പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഉള്ളിൽ നിന്ന് കുത്തി വരും കരച്ചിൽ. അത് കൺട്രോൾ ചെയ്യാനേ കഴിയില്ല. നമ്മൾ അനുഭവിക്കുന്ന കാര്യം എക്സ്ട്രീം ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ആരും മനസ്സിലാക്കൂല. അതാണ് ഏറ്റവും സങ്കടം. എന്തെന്ന് വെച്ചാൽ ഓരോങ്ങനെക്കാരും ചിന്തിക്കുന്നുണ്ടാവുക, അവരൊക്കെ സഹിക്കുന്ന പോലെ നമുക്ക് സഹിച്ചാൽ പോരെ എന്നുള്ളത്. പക്ഷെ ആ മാറ്റം നമുക്ക് നല്ലോണം മനസ്സിലാവുമല്ലോ. എനിക്ക് ഈ കൊറോണക്ക് ശേഷം മുമ്പ് എന്നുള്ളത് വേറെ തന്നെയാണ്. അത് ആ ഒരു വേറെ തന്നെയാണ്. എല്ലാ കാര്യത്തിനും ഞാൻ ആകെ മാറി എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ പേടി, ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ പേടി, ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്. പിന്നെ ക്ഷീണം എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം. പിന്നെ മുമ്പുള്ള ഞാനെന്ന് വെച്ചാൽ എവിടേക്കും ഒറ്റയ്ക്ക് പോകണേന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ ക്ഷീണം ഫുഡ് ഇപ്പോൾ ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിലും കാര്യമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്യാനൊന്നും പോകണില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അന്നേ ഞാൻ ഈ ഡീൻ്റെ പ്രശ്നം ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അറിയാതെ പോയി. അതാണ് എനിക്ക് ഏറ്റവും വലിയ നഷ്ടമായത്. ഇപ്പോൾ ഈ 4 വർഷൻ്റെത് അത്രയും മോശം അവസ്ഥയിൽ കൂടെ ഒന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തുടക്കത്തിലൊന്നും ഈ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ക്ഷീണമായിരുന്നു ഉണ്ടായിരുന്നത്, ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ഒരു 2023 ആയപ്പോൾ എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടായി.
പിന്നെ ഈ 2025 ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയായി, എല്ലാത്തിനും പേടി. പിന്നെ കമൻസൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ എത്ര ആളുകളാണ് ഇതുപോലെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ പേടി എന്ന് പറഞ്ഞത് ഇത് കൊറോണക്ക് വരുന്നത് തന്നെയാണ് കേട്ടോ, ഇതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു നൈബർ ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോ ഒരാൾക്ക് ആളെ കസിന് ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ ആൾ കൊടുത്ത റീപ്ലൈ ആണ് കേട്ടോ ഇത്. പിന്നെ പെൺകുട്ടി പറഞ്ഞൊക്കെ ശരിയാണടി, സത്യം തന്നെയാണ്. ഈ ലോകത്തിന്റെ അവസ്ഥ തന്നെയാണത്. ഞാൻ അതിലൊക്കെ കറന്നു പോയിക്കണ്. ടെൻഷന്, മറവി, ക്ഷീണം, മുടി കൊഴിച്ചില്, ഇതൊക്കെ. ഞാൻ എപ്പോഴും വിറ്റാമിൻ ഡിന്റെ മരുന്ന് കുടിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോഴും ആഴ്ചയിൽ ഓരോ പാക്ക് കലക്കി കുടിച്ചിട്ടുണ്ട്. അതിലത്തെ മുടി ഇങ്ങോട്ട് കൊഴിഞ്ഞിട്ട് അത് മറവി, ക്ഷീണം, അത് രണ്ടും. പിന്നെ 1-2 ആൾക്കാർ കമൻറ്റിൽ ഞാൻ ഏത് ഡോക്ടറെ കാണിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇടി കുറവുണ്ടെങ്കിൽ ഏത് ഡോക്ടറെ കാണിക്കണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ. സാധാരണ RMOനെയാണ് കാണിച്ചത്. RMO എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഡോക്ടർ ഇല്ലേ, അയാളാണ് കേട്ടോ കാണിച്ചത്. പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യാൻ എത്ര എമൗണ്ട് വരും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഒരു 1300 സംതിങ് ആണ് കേട്ടോ. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് കേട്ടോ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ പോലെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഇതൊരു 900 മുതലാണ് സ്റ്റാർട്ടിങ് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട്. ഇത് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. 30 മുതൽ 100 വരെ ആണ് കേട്ടോ നോർമൽ. പിന്നെ 20 മുതൽ 30 വരെ ഇതിൻ്റെ ഒരു ബോർഡർ ആയിട്ടും, അതുപോലെ 20ൻ്റെ താഴെ എത്ര ആണെങ്കിലും അത് ഡെഫിഷ്യൻസി തന്നെയാണ്. പിന്നെ ഇതുപോലൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ പോയി കാണിക്കുക കേട്ടോ. പിന്നെ ഡി ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കാൽസ്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ കാൽസ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡി അബ്സോർബ് ആവുള്ളൂ. അപ്പോൾ ഈ ഡി കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയെന്ന് എനിക്ക് മെഡിസിനായിട്ട് ആഴ്ചയിൽ 1 വെച്ചിട്ടായിരുന്നു ഒരു ടാബ്ലറ്റ്. അതുപോലെ ഡി നല്ല പോലെ കുറവ് ഉള്ളതിനെ കൊണ്ട് തന്നെ ആദ്യം 1 ഇഞ്ചക്ഷൻ ചെയ്തു കേട്ടോ. വൈറ്റമിൻ ഡി 6 മാസത്തേക്ക് കഴിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളുക എന്നുള്ളതാണ് കേട്ടോ. അതിൽ പലരും പല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ചിലർ പറയും നട്ടുച്ചക്കുള്ള വെയിലാണ് കൊള്ളേണ്ടതെന്ന് പറയും, ചിലർ പറയും രാവിലെയും വൈകുന്നേരം വെയിൽ കൊണ്ടാൽ മതി എന്നാണ്. എന്തായാലും നിർബന്ധമായിട്ടും വെയിൽ കൊള്ളുക. പിന്നുള്ളത് ഫുഡ്. അപ്പോൾ ഒരു ഡോക്ടർ തന്ന ഒരു ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. ഇതിൽ പറയുന്നത് മത്തി, അയില, ട്യൂണ, സാൽമൺ, പിന്നെ എഗ്ഗ്, അതുപോലെ കൂണ്, പിന്നെ പാലുൽപ്പന്നങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് പറയണത്. പിന്നെ തേങ്ങ ചേർത്തിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയണത്. പിന്നെ തൈര്, മോര്, പച്ചക്കറി, ഇലക്കറി, ചെറുനാരങ്ങൻ്റെ ജ്യൂസ്, മുസമ്പി, ഓറഞ്ച്, പിന്നെ റാഗില്ലേ മുത്താറി, അതൊക്കെ ഇതിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയണത്. ബീഫിൻ്റെ ലിവറിലുണ്ട്. പിന്നെ അതുപോലെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. ക്യാരറ്റ്, പപ്പായ ഇതൊക്കെ കഴിക്കുക. അതുപോലെ പിന്നെ നേന്ത്രപ്പഴം, അതുപോലെ ഈത്തപ്പഴം, ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വൈറ്റമിൻ ഡി കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ പോയി കാണാം. ഒരു വൈറ്റമിൻ അല്ലേന്ന് വിചാരിച്ചിട്ട് അത് സില്ലിയാക്കി കളയരുത്. അങ്ങനെ അത് മൈൻഡ് ചെയ്യാതെ നല്ല പണി തന്നെ കിട്ടുട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാനും ആദ്യമൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യണേ. സെറ്റാക്ക നോക്ക് എങ്ങനെ സെറ്റാക്കാന്ന് പറയില്ല. ഈ സാധനം ഫോൺ അവിടെ പോയി നിൽക്കാം. ടൈമർ വെച്ചാൽ അവിടെ സെറ്റാക്കല്ലേ. അവിടെ മുകളിലല്ലേ, മേലല്ല ആണ്. ഇവിടെ ഒരു രസം കിട്ടുള്ളൂ. മുകളിലാക്കാം. മോൾക്ക് പോവാ.